കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇഡിയാണ്. ഇപ്പൊ ഇഡിയുടെ കൂടെ വേറെയും ചിലത് ആഡ് ചെയ്യുന്നുണ്ട്. മോദി ഇഡി വിഡി എന്നാണ് സംസാരം. മോദിയുടെ ഇഡി അത് സതീശൻ വഴി ഓപ്പറേറ്റ് ചെയ്തു എന്നാണ് കേരളത്തിൽ കേൾക്കുന്ന അപവാദം. സ്വന്തമായിട്ടുള്ള വിവരങ്ങൾ എന്നുള്ള കാര്യം പ്രേക്ഷകരെ അറിയിക്കേണ്ട ബാധ്യത ചാനലിനുണ്ടല്ലോ. യഥാർത്ഥത്തിൽ മോദിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടന അല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വർക്ക് ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്ട്രിക്ക് കീഴിലാണ്. ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഇഡി കോൺഗ്രസിന്റെ കാലത്ത് രൂപീകരിച്ചാണ്. അത് BJP കൊണ്ടുവന്ന ഒരു സംവിധാനമല്ല, മോദി രൂപീകരിച്ച ഒരു സംവിധാനമല്ല. ഇഡിയുടെ അധികാര പരിധിയും കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്ക് ഇഡിക്ക് പ്രധാനമായിട്ടുള്ള ഒരു ജോലി മണി ലോണ്ടറിങ് ആക്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതായത് ആൾക്കാർ പലയിടത്തുനിന്നും പൈസ വരുന്നു, അത് പല വഴിക്കും പോകുന്നു, അത് എവിടുന്ന് വരുന്നു, എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് എൻഫോഴ്സ് ഡയറക്ടറേറ്റിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. ഇഡി രണ്ട് ചോദ്യങ്ങളെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുള്ളൂ. നിങ്ങളിൽ പൈസ വന്നോ, രണ്ട് പൈസ എങ്ങോട്ട് പോയി. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടതിയിൽ നിന്നും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഇഡി കേസിൽപ്പെട്ട ഒത്തിരി പേര് പല വർഷം ജയിലിൽ കഴിയാനുള്ള കാരണം പൈസ വന്നതിൻ്റെ സോഴ്സിനെ പറ്റി അവർക്ക് ഒന്നുകിൽ പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പൈസ ചെലവാക്കിയ രീതിയെപ്പറ്റി അവർക്ക് പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന ഒരു കോംപ്ലിക്കേഷൻ ആയിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് മിക്കവാറും ഡീലുകൾ ബാങ്ക് വഴി, പ്രൈവറ്റ് ബാങ്കുകൾ വഴി, കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി ആയിരക്കണക്കിന് കോടി രൂപയുടെ ഡീലുകൾ നടക്കുമായിരുന്നു. ഇതിനൊന്നും സുതാര്യതയില്ലായിരുന്നു. അതേസമയം കഴിഞ്ഞ ഒരു 25-30 വർഷമായിട്ട് എല്ലാ അക്കൗണ്ടിനും പാൻ കാർഡ് നിർബന്ധമാണ്. എല്ലാ അക്കൗണ്ടും ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡാണ്. അതുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് നമ്മൾ ഇന്ത്യയിൽ ഒരു ബാങ്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ശ്രീമതി വീണ വിജയൻ്റെ ഈ ഒരു കേസിൽ കമ്പനി നിയമം അനുസരിച്ചുള്ള ഫ്രോഡ് അന്വേഷിക്കുന്ന ഏജൻസി അല്ല ഇഡി. ഇവിടെ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതാണ്. 447 സെക്ഷൻ പ്രകാരമുള്ള കുറ്റം നടന്നിരിക്കുന്നു. അത് അന്വേഷിക്കേണ്ടത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയമാണ്, നിർമ്മല സീതാരാമന്റെ മന്ത്രാലയമല്ല. അതിന് കീഴിൽ വരുന്ന അതിന്റെ കീഴിൽ ഉള്ള അന്വേഷണ ഏജൻസിയാണ് SFIO എന്ന് പറയുന്നത്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ. ഇഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ശശിധരൻ കർത്തായുടെ കമ്പനിയിൽ നിന്നും പൈസ കിട്ടി, അത് എന്തു ചെയ്തു? ഈ രണ്ട് ചോദ്യം ചോദിക്കുന്നു. ഈ രണ്ട് ലളിതമായ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്ത എന്ത് കോംപ്ലിക്കേഷനാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അവര് GST അടച്ചിട്ടില്ലേ, ഇൻകം ടാക്സ് അടച്ചിട്ടില്ലേ? ഉണ്ട്. നമ്മളെ കയ്യിലുള്ള പൈസ, നമുക്ക് വന്ന വരുമാനം, അതിന്റെ ഇൻകം ടാക്സ് കൊടുത്താൽ ഗവൺമെന്റ് എപ്പോഴും കൊടുക്കും. നിങ്ങൾ എത്ര കോടി രൂപ ഇൻകം ടാക്സ് ആയിട്ട് അടച്ചു കഴിഞ്ഞാലും ഗവൺമെന്റ് എടുക്കും. ചോദിക്കത്തില്ല നിങ്ങൾക്ക് വരുമാനം വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് എത്ര കോടി വേണമെങ്കിലും നിങ്ങൾക്ക് വരുമാനമായിട്ട് അടയ്ക്കാം, വരുമാന നികുതിയായിട്ട് അടയ്ക്കാം. അതേപോലെ നിങ്ങളത് ചിലവാക്കിയെങ്കിൽ എങ്ങോട്ട്, ആർക്ക്, എന്തിനു കൊടുത്തു എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത നിങ്ങളുടെ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് പലരും ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. CPM-വുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ED കേസ് വളരെ മുൻപേ കിടപ്പുണ്ട്. ചാക്കി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മലബാർ സിമന്റിന്റെ കോൺട്രാക്ടർ വാങ്ങിയ ദേശാഭിമാനിയുടെ പഴയ കെട്ടിടം, അതിന്റെ സാമ്പത്തിക ക്രമക്കേട് കാരണം ED അത് അറ്റാച്ച് ചെയ്തു, അത് വിൽക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ജയിലിനകത്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ധനം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പണി എരന്ന് വാങ്ങുന്നതിന് തുല്യമാണ്. അതിന് പകരം ED അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാറിൽ ചീമുട്ട എറിഞ്ഞുകൊണ്ടും ചുടുകല്ല് എറിഞ്ഞുകൊണ്ടും ഒന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം ഈ കാറിന് എറിയുന്നതിന് മുൻപേ ആ കെട്ടിടത്തിനകത്തോട്ട് നേരത്തെ CPM-കാർ എറിഞ്ഞിരുന്നെങ്കിൽ CPM-ന് മണ്ണ് തിന്നുന്ന ഈ ഗതി വരില്ലായിരുന്നു. CPM-ന്റെ 14 ജില്ലാ കമ്മിറ്റികളും ഒട്ടനവധി ഏരിയ കമ്മിറ്റികളും CPM-നെതിരായിട്ടും CPM-ന്റെ നേതൃത്വത്തിനെതിരായിട്ടും പിണറായി വിജയനെതിരായിട്ടും സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ടും പ്രമേയങ്ങൾ പാസാക്കി കഴിഞ്ഞു, ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഈ ഒരു സന്ദിഗ്ധാവസ്ഥയിലാണ് കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഒരു റെയ്ഡ്
മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ED നടത്തിയത്. എന്തായാലും സംസ്ഥാന സർക്കാരിന് 8 മണിക്കൂറുള്ള സമയം കിട്ടി. ശരിക്കും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമ്മൾ അന്തം വിട്ടുപോയി. കേരളത്തിലെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ എന്ന്. ശ്രീ പിണറായി വിജയന്റെ കാലത്ത് നടന്നിരുന്ന അന്ന് ഉണ്ടായിരുന്ന അതേ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ് കേരളം ഇന്നും ഭരിക്കുന്നത് എന്നുള്ളത് കേരള ഗവൺമെന്റിനെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ മുഖത്തുള്ള ചീമുട്ടയറായിപ്പോയി. ആഭ്യന്തര സെക്രട്ടറി ഇതുവരെ മാറ്റിയിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ പോകുന്ന ചീഫ് സെക്രട്ടറി ഇതുവരെ മാറ്റിയിട്ടില്ല. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിട്ടില്ല. അതിനിടയിലാണ് ചീഫ് സെക്രട്ടറി ക്യാബിനറ്റോ മുഖ്യമന്ത്രിയോ അറിയാതെ കുറെ കളക്ടർമാരെയും കുറെ IAS ഉദ്യോഗസ്ഥന്മാരെയും മാറ്റുന്നത്. ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ? ഈ ചീഫ് സെക്രട്ടറി എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്തത്? നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന മാതിരി ഒരു കുപ്പി കരിവള വാങ്ങി ഒരു കരിവള വാങ്ങി നമുക്ക് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൊടുക്കേണ്ട ഒരവസ്ഥയിലാണോ നിൽക്കുന്നത്? ഒരു സർക്കാരിന്റെ ഭരണകേന്ദ്രം തിരിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയാണ്. ആ ചീഫ് സെക്രട്ടറിയെ നിയന്ത്രിക്കേണ്ടതും നിയമിക്കേണ്ടതും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞു, ക്യാബിനറ്റ് വന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞു, ഇതുവരെ നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെന്റ് ഏത് അവസ്ഥയിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ UDF ഗവൺമെന്റുകളുടെ എല്ലാം പതനം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ നിയന്ത്രിക്കേണ്ട ബോർഡുകൾ, സ്ഥാപനങ്ങൾ, അവയുടെ മേധാവികൾ അവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാൻ ഇനി അടുത്ത 2.5 വർഷം എടുക്കും. അതിനു മുമ്പ് പ്രതിച്ഛായ വിവാദങ്ങളുണ്ടാവും, ശൈലി മാറ്റങ്ങളുണ്ടാവും, ഈ സർക്കാർ തന്നെ വീഴുന്ന ഒരവസരം ഉണ്ടാവും. അപ്പോൾ ശ്രീ VD സതീശനെ പോലെയുള്ള പരിണതപ്രജ്ഞരായ നേതാക്കൾ നയിക്കുന്ന ഒരു ക്യാബിനറ്റ് ഇത്തരം കാര്യങ്ങളിൽ വളരെ അടിയന്തരമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നതുപോലുള്ള നാണം കെട്ട സംഭവങ്ങൾ കേരളത്തിൽ മൊത്തം അരങ്ങേറും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം.